ഹലോ, നമ്മളിന്ന് പോകുന്നത് അമ്പലത്തിലേക്കാട്ടോ. എവിടേക്കാണെന്നറിയോ? ഗുരുവായൂർക്കാട്ടോ നമ്മൾ പോകുന്നത്. നമ്മളെന്നും വണ്ടിക്കാട്ടോ പോകല്, കാറിന്. അപ്പം നമ്മൾ ട്രെയിന് പോകാമെന്ന് വെച്ചാൽ ട്രെയിനാകുമ്പോൾ നല്ല യാത്രയ്ക്ക് നല്ല സുഖമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ ജിത്തു, ലച്ചും പിന്നെ ചെറിയ ബ്രദറും കൂടെ ആണ് പോണത്. അപ്പോൾ ലച്ചു ജിത്തു എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ എൻ്റെ വലിയ ഏട്ടൻ്റെ മക്കളാട്ടോ. അപ്പോൾ നമ്മൾ അന്നു, അഗു, കുഞ്ചൊന്നൊന്നുമില്ല. അപ്പോൾ അവർക്കൊന്നും പോരാൻ പറ്റാത്ത സ്കൂളിൽ വേറെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ചുവിനെ പിന്നെ കൊണ്ടുവന്നിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. പുലർച്ചയ്ക്കാട്ടോ നമ്മൾ പോകുന്നത്. 5:45 ട്രെയിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വാടാനക്കുറിശി എത്തിയിട്ടുണ്ട്. വാടാനക്കുറിശി എത്തിയിട്ട് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്ന് പോകാട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറിയിട്ട് 1 മണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. നമ്മൾ കുളത്തിൻ്റെ അതിലുള്ള നടുക്കലോട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ടുണ്ട് ഗുരുവായൂർ. അപ്പോൾ അതാ ഇറങ്ങി നമ്മൾ നടന്ന് പോവാട്ടോ. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടാവും, കാരണം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ പോയി നോക്കാം. നമ്മുടെ ആനയുടെ പ്രതിമയൊക്കെ കണ്ടില്ലേ? എന്താ അമ്പലക്കുളം കണ്ടോ? കാണാൻ എന്താ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കണം. അതിന് നമ്മൾ ഫോണും സ്മാർട്ട് വാച്ചൊക്കെ അവിടെ കൊടുക്കണം, ക്ലോക്ക് റൂം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ തൊഴുതിറങ്ങിയിട്ട് ഉള്ള വീഡിയോസേ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ നല്ല ക്യൂ ആട്ടോ. ഇതെന്തിനാണെന്ന് അറിയാം, ഉച്ചഭക്ഷണമായി. ഉച്ചയ്ക്കായിട്ടോ നമ്മൾ തൊഴുതിറങ്ങിയത്. അത്രയും തിരക്കായിരുന്നു. അപ്പോൾ നമ്മളിനി മടങ്ങാട്ടോ.